പ്രശ്നങ്ങൾ കാരണം ബിസിനസ് നിർത്താൻ പോവുകയാണോ? എന്നാൽ ഈ 3 കഥകൾ നിങ്ങൾ കേട്ടിരിക്കണം. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കഥ നടക്കുന്നത് 1995-ലാണ് US-ലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. ലാറി പേജ് എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ആ ക്യാമ്പസ് കാണാനെത്തി. അവിടെ കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറൽ പ്രോഗ്രാമിന് ചേരാനായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ ലാറി സ്റ്റാൻഫോർഡ് ക്യാമ്പസിൽ വെച്ച് സർജി ബ്രിൻ എന്നൊരു സ്റ്റുഡന്റിനെ പരിചയപ്പെട്ടു. അവിടെ വോളണ്ടിയർ ഗൈഡ് ആയിരുന്ന സർജി ലാറിയെ ആ ക്യാമ്പസ് ചുറ്റിക്കാണിച്ചു. എന്നാൽ അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചതെന്തെന്നോ, ലാറിയും സർജിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം എന്നാണ് രണ്ടുപേർക്കും മറ്റേയാളെ പറ്റി തോന്നിയത്. എന്നാൽ തൊട്ടടുത്ത വർഷം ലാറിയും സെർജിയും ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കിയ അവർ അതിന് ബാക്ക്റബ് എന്ന പേരുമിട്ടു. ആ സെർച്ച് എഞ്ചിൻ ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ഗസ് ചെയ്യാമോ? നമ്മൾ എന്തിനും ഏതിനും തിരയുന്ന, ഇന്ന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ കമ്പനിയായ ഗൂഗിൾ ആണത്. $2.148 ട്രില്യൺ എന്ന പടുകൂറ്റൻ സംഖ്യയാണ് ഗൂഗിളിന്റെ ഇന്നത്തെ മൂല്യം. 2025-ൽ ലോകത്തിലെ ബില്യണേഴ്സിന്റെ ലിസ്റ്റ് ഫോബ്സ് പുറത്തുവിട്ടപ്പോൾ അതിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാറിയും തൊട്ടു പിന്നിൽ 7ാം സ്ഥാനത്തുള്ളത് സെർജിയുമാണ്. അന്നത്തെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ലാറിയും സെർജിയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ഗൂഗിൾ ഉണ്ടാവുമായിരുന്നില്ല. ഇനി അടുത്ത കഥയിലേക്ക് പോകാം. രണ്ടാമത്തെ കഥ നടക്കുന്നത് 1990-കളുടെ അവസാനത്തിലാണ്. .com കമ്പനികളുടെ സുവർണ കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോമായി മാറിയ ഒരു അമേരിക്കൻ കമ്പനി ഉണ്ടായിരുന്നു. 1999-ൽ ടൈം മാഗസിൻ ഈ കമ്പനിയുടെ ഫൗണ്ടറെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തു. അന്നവർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കിങ് ഓഫ് സൈബർ കൊമേഴ്സ് എന്നായിരുന്നു. എന്നാൽ 2000-ന്റെ തുടക്കത്തിലുണ്ടായ .com ക്രാഷോട് കൂടി ഈ കമ്പനിയുടെ കഷ്ടകാലം തുടങ്ങി. 1999 ഡിസംബറിൽ ഒരു ഷെയറിന്റെ വില $113 ആയിരുന്നിടത്തു നിന്നും 2000 ജൂൺ ആയപ്പോഴേക്കും $52 ഷെയർ പ്രൈസ് കൂപ്പ് കുത്തിയത്. മാസം തോറും ഷെയറിന്റെ വില തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വെറും 2 വർഷം കൊണ്ട് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് 90%-ലധികമാണ് കുറഞ്ഞത്. എന്നാൽ ഈ ഇ-കൊമേഴ്സ് കമ്പനി പിന്നീട് അതിശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ഈ സ്ഥാപനത്തിന് ഇന്ന് $2 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ആലിബാബ പോലുള്ള ഇ-കൊമേഴ്സ് ഭീമന്മാരെ ബഹുദൂരം പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ലോകത്തിലെ 1ാമത്തെ ലാർജ് ക്യാപ്പ് ഇ-കൊമേഴ്സ് കമ്പനിയായി മാറിയ ഈ സ്ഥാപനത്തെ ഇനിയും മനസ്സിലായില്ലേ? ജെഫ് ബെസോസ് ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റാർ ആയി തുടങ്ങിയ ആമസോൺ ആണ് ഇ-കൊമേഴ്സ് കമ്പനി. ഇന്ന് ബെസോസ് $236.8 ബില്യൺ നെറ്റ്വർത്ത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പന്നനാണ്. 2000-ന്റെ തുടക്കത്തിൽ നേരിട്ട ആ കനത്ത തിരിച്ചടിയിൽ പതറിയിരുന്നെങ്കിൽ ആമസോണിനെയും ബെസോസിനെയും ഇന്ന് നാം കാണുന്ന നിലയിലേക്ക് ഒരിക്കലും എത്തില്ലായിരുന്നു. മൂന്നാമത്തെ കഥ നടക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ 10,000-ലേറെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനി. എന്നാൽ ഈ സ്ഥാപനത്തിൽ ഒരു മാസത്തിനിടയിൽ 11 സർപ്രൈസ് ഇൻസ്പെക്ഷനുകൾ നടക്കുന്നു. ലേബർ, പൊല്യൂഷൻ കൺട്രോൾ തുടങ്ങിയ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് തുടർച്ചയായി ഈ ഇൻസ്പെക്ഷനുകൾ നടത്തിയത്. ഒരു ഘട്ടത്തിൽ ഈ കമ്പനിയെ പൂട്ടിക്കാൻ 565 ദിവസം നീണ്ടുനിന്ന സമരം വരെ നടന്നു. അങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ സ്ഥാപനത്തിന്റെ MD ഒരിക്കൽ പറഞ്ഞു, മറ്റൊരു വ്യവസായിക്കും എന്റെ അനുഭവം ഉണ്ടാവരുത്. കേരളത്തിന്റെ വേട്ടയാടലിൽ മനസ്സുമടുത്ത അദ്ദേഹം 2021-ൽ ഒരു തീരുമാനമെടുത്തു. തന്റെ കമ്പനിയുടെ 1000 കോടി രൂപയുടെ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് തെലങ്കാനയിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, കുട്ടികളുടെ വസ്ത്രനിർമ്മാണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയായ കിറ്റെക്സിന്റെ MD സാബു ജേക്കബ് ആണ് സംരംഭകൻ. ഹൈദരാബാദിലും വാരങ്കലിലുമായി ഇതുവരെ 3500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കിറ്റെക്സ് തെലങ്കാനയിലെ യൂണിറ്റുകളിൽ 50,000 ആളുകൾക്ക് ജോലി കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പ്രൊജക്ട് പൂർത്തിയായാൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ടേൺ ഓവർ 7000 കോടി രൂപയിലാവുമെന്നും സാബു പറയുന്നു. ജന്മനാട്ടിൽ നേരിട്ട എതിർപ്പുകളെ വകവെക്കാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ബിസിനസ് പറിച്ചു നട്ട സാബുവിന്റെ ധൈര്യം വളർന്നു വരുന്ന ബിസിനസ്സുകാർക്കെല്ലാം തന്നെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. ഇനി പറയൂ, ലക്ഷങ്ങളുടെ നഷ്ടങ്ങളോ തൊഴിലാളികളുടെ സമരമോ മറ്റ് തടസ്സങ്ങളോ മറികടന്ന മറ്റേതെങ്കിലും സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരന്റെ കഥ നിങ്ങൾക്കറിയുമോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.